ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജൂലൈ മാസം 22-ാം തീയതി പരിശുദ്ധ സഭ വിശുദ്ധ മഗ്ദലന മറിയാമിനെ ഓർക്കുന്ന ദിവസമാണ്. വിശുദ്ധ മഗ്ദലന മറിയാം സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ അത്യന്തം ആദരിക്കപ്പെടുന്ന ഒരു വിശുദ്ധയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ശിഷ്യരിൽ ഒരാളായും ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷിയായും ശ്ലീഹന്മാർക്കുള്ള ശ്ലീഹ എന്ന വിശേഷണത്തിന് അർഹയായ വിശുദ്ധയായും സഭ അവരെ ബഹുമാനിക്കുന്നു. ആരായിരുന്നു മഗ്ദലന മറിയാം? ഗലീലായിലെ മഗ്ദല എന്ന പ്രദേശത്തുകാരി ആയതിനാലാണ് മഗ്ദലന മറിയാം എന്ന പേര് ലഭിച്ചത്. യേശുക്രിസ്തു അവളിൽ നിന്ന് 7 ഭൂതങ്ങളെ പുറത്താക്കിയതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അവൾ പൂർണ്ണമായി കർത്താവിനെ അനുഗമിക്കുകയും തൻ്റെ ജീവിതം അവിടുത്തെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ശുശ്രൂഷയ്ക്ക് സ്വന്തം സമ്പത്തിൽ നിന്ന് സഹായം നൽകിയ സ്ത്രീകളിൽ ഒരാളായിരുന്നു. കർത്താവിൻ്റെ ക്രൂശുമരണത്തിലും ഉയർപ്പിലും അവളുടെ സാന്നിധ്യം. സുറിയാനി സഭയുടെ പാരമ്പര്യം മഗ്ദലന മറിയാമിൻ്റെ വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ക്രൂശിൻ്റെ ചുവട്ടിൽ അവസാനം വരെ നിലകൊണ്ടു. കർത്താവിൻ്റെ സംസ്കാരത്തിന് സാക്ഷിയായി. ഞായറാഴ്ച അതിരാവിലെ സുഗന്ധവർഗ്ഗങ്ങളുമായി കല്ലറയിലെത്തി. ശൂന്യമായ കല്ലറ ആദ്യം കണ്ടത് അവളായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കണ്ടതും അവളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന ലഭിച്ചത് അവൾക്കായിരുന്നു. ശ്ലീഹന്മാർക്കുള്ള ശ്ലീഹ എന്ന വിശേഷണം അവൾക്ക് നൽകുന്നു. സുറിയാനി ഓർത്തഡോക്സ് സഭാപിതാക്കന്മാർ മഗ്ദലന മറിയാമിനെ ശ്ലീഹന്മാർക്കുള്ള ശ്ലീഹ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനുള്ള കാരണം ഇവയാണ്. ഉയർപ്പിൻ്റെ സുവിശേഷം ആദ്യം ശ്ലീഹന്മാരെ അറിയിച്ചത് അവളായിരുന്നു. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സത്യമായ ഉയർപ്പിൻ്റെ പ്രഘോഷണം ആദ്യമായി പ്രഘോഷിച്ചതും അവളായിരുന്നു. എന്താണ് ഒരു ആത്മീയമായ മാതൃക? മഗ്ദലന മറിയാമിൻ്റെ ജീവിതം വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇവയാണ്. യഥാർത്ഥ മാനസാന്തരം ജീവിതത്തെ മാറ്റിമറിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹം എല്ലാ പരീക്ഷകളെയും അതിജീവിക്കുവാൻ ശക്തി നൽകും. നിരാശയുടെ കല്ലറയിലും ഉയർപ്പിൻ്റെ പ്രത്യാശ കണ്ടെത്തണം. സ്ത്രീകൾക്കും സുവിശേഷ പ്രഘോഷണത്തിൽ ദൈവം വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ വിശുദ്ധ മഗ്ദലന മറിയാമിനുള്ള പ്രാധാന്യം. സുറിയാനി ആരാധനാ ക്രമത്തിലും സ്തോത്രഗീതങ്ങളിലും മഗ്ദലന മറിയാമിനെ സുഗന്ധവർഗം വഹിച്ച വിശുദ്ധ സ്ത്രീകളിൽ പ്രധാനിയായി, ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷിയായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയായി, സഭയുടെ വിശ്വസ്ത പുത്രിയായി സ്മരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾക്കുള്ള ഒരു സന്ദേശം. മഗ്ദലന മറിയാം നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള പരിവർത്തനം ദൈവകൃപയാൽ സാധ്യമാണ്. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുന്നു. ഉയർപ്പിൻ്റെ സാക്ഷികളാകുക ഓരോ ക്രൈസ്തവൻ്റെയും ദൗത്യമാണ്. സ്നേഹവും വിശ്വസ്തതയും സേവനവും നിറഞ്ഞ ജീവിതമാണ് യഥാർത്ഥ ശിഷ്യത്വം. സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ മഗ്ദലന മറിയാം ഒരു ചരിത്ര പുരുഷയല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷിയും മാനസാന്തരത്തിൻ്റെ മാതൃകയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതീകവും സഭയുടെ ആദ്യകാല സുവിശേഷ പ്രഘോഷകരിൽ പ്രമുഖയുമാണ്. അവളുടെ ജീവിതം ഓരോ വിശ്വാസിയെയും ക്രിസ്തുവിനോടുള്ള അഗാധ സ്നേഹത്തിലേക്കും വിശ്വസ്ത സാക്ഷിയ ജീവിതത്തിലേക്കും നയിക്കുന്ന ആത്മീയ മാതൃകയാണ്. ദൈവം നമ്മളെ അതാതിരങ്ങളിൽ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമീൻ.